നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിഖ്യാത ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ സിനിമാ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വാക്കുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളിലൂടെ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായത് ഈ SC/ST വിഭാഗങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ രീതിയാണ് പ്രശ്നമുണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഈ SC/ST വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമകൾ എടുക്കാൻ വരുമ്പോൾ അവർക്ക് കൃത്യമായ പരിശീലനം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നൽകണം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഫണ്ട് നൽകുന്നുണ്ട്, അതിൽ ഒരു സുതാര്യത വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് അദ്ദേഹം പിന്നീട് നടത്തിയ തുടർ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹം പറയുന്നതും. പക്ഷേ പലപ്പോഴും നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് വസ്തുത. പലപ്പോഴും ഈ ജാതീയമായ അധിക്ഷേപമൊക്കെ വരുമ്പോൾ ആ വിഭാഗങ്ങൾക്ക് വലിയ സങ്കടമുണ്ടാവാറുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരാറുമുണ്ട്. അത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ആരെയും അരികുവൽക്കരിച്ച് നിർത്തുന്നതിനോട് യോജിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. സിനിമകളൊക്കെ എടുക്കുന്നതിൽ അതിൽ ഒരു വിഭാഗം മാത്രം മുൻപന്തിയിലും മറ്റു ചിലർ പിന്നിലാണ് എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. കഴിവുള്ളവർ ഏത് ഉന്നത ജാതിയായാലും അല്ലെങ്കിൽ പിന്നോക്ക ജാതിയായാലും അവർ കഴിവുള്ളവരാണെങ്കിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നതാണ് നമ്മുടെ ചരിത്ര സത്യം. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഫണ്ട് നൽകുമ്പോൾ ചില നിബന്ധനകൾ വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ സിനിമകൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് ചില ട്രെയിനിങ് നൽകണം. സ്ത്രീകളാണെന്ന് കരുതി അവർക്ക് പ്രത്യേക പരിഗണന നൽകി ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് അത്തരത്തിൽ തുലയ്ക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ പറഞ്ഞ കാര്യമല്ല പിന്നീട് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തെ ഇപ്പോൾ പലരും ക്രൂശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെയാണ് നടൻ ആസിഫ് അലിക്ക് പറ്റിയ ഒരു നാക്കുപിഴ. കലാഭവൻ നവാസ് നമ്മുടെ വിട്ടുപോയ വളരെ പെട്ടെന്ന് തന്നെ അകാല മരണം എന്ന രീതിയിൽ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ മരണം വളരെ ചെറിയ പ്രായം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കലാരംഗത്ത് ഇനിയും നല്ല കഥാപാത്രങ്ങൾ സിനിമകളിൽ അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്ന നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം, ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ നിന്നും മറ്റൊരു ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ തന്നെ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് മരണം എന്ന രംഗബോധമില്ലാത്ത കോമാളി അദ്ദേഹത്തെ നമ്മളിൽ നിന്നും തട്ടിയെടുത്തത്. ഇതിന് ആസിഫ് അലി ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടത്തിയ ചില പരാമർശങ്ങളും ഇതേ രീതിയിലാണ്. സത്യത്തിൽ ആസിഫ് അലി പറഞ്ഞത് മനുഷ്യൻ എന്നത് വളരെ നിസ്സഹായനായ, ഒരു അഹങ്കാരവുമില്ലാതെ ജീവിക്കേണ്ട ഒരു ജീവി എന്നതാണ്. അതായത് ജാതി, മതം, വർഗീയത, കുത്തിത്തിരിപ്പ് ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ നിമിഷം സന്തോഷമായി ജീവിക്കുക, ആർക്കും ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആസിഫ് അലി നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മോട്ടിവേഷൻ നടത്തി എന്നൊക്കെയാണ് ചിലർ കണ്ടുപിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവരൊക്കെ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്, പക്ഷേ പറയുന്ന സന്ദർഭവും പറയുന്ന വാക്കുകളും മാറി ചിന്തിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പ്രത്യേകിച്ച് കഴിവുള്ള ആളുകൾ അത് മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനും ആസിഫ് അലിയും ഒക്കെ ഇപ്പോൾ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി എന്തായാലും ഇപ്പോൾ നമ്മുടെ പ്രമുഖ ചലച്ചിത്ര സംവിധായകനും നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനവുമായ ശ്രീകുമാരൻ തമ്പിയും വന്നിട്ടുണ്ട്. ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സുതാര്യത വേണമെന്ന് മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ രീതിയിൽ നോക്കിക്കണ്ടാൽ അത് നല്ലതാണ്. അതിൽ ജാതിയോ മതമോ ഒരു അധിക്ഷേപമോ കാണേണ്ട കാര്യവുമില്ല.